കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ബി.ജെ.പി. ആഹ്വാനം ചെയ്യുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ ഉള്ള ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ, അത് പിഷാരടിയിൽ കണ്ടില്ല നമ്മൾ. രമേഷ് പിഷാരടി ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനോ അദ്ദേഹത്തിന് രാഷ്ട്രീയം തിരിച്ചറിയാത്ത ആളോ അല്ല. അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം രാഷ്ട്രീയം തിരിച്ചറിയാത്ത ആളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിൻ്റെ കാരണം ഇപ്പോൾ രമേഷ് പിഷാരടിയുടെ ഒരു സോഷ്യൽ സ്ട്രാറ്റ, അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് വെച്ച് അദ്ദേഹത്തിന് ഞാൻ ഇന്ന പാർട്ടിക്കാരനാണെന്ന് എളുപ്പം പറയാൻ കഴിയുന്ന പാർട്ടി ഏതാണ്? ബി.ജെ.പി. ആണ് അല്ലേ? അദ്ദേഹത്തിന് ബി.ജെ.പി. ആയി കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം കേരള സ്റ്റോറി 3 അദ്ദേഹത്തെ നായകനാക്കിയേക്കാം, അല്ലെങ്കിൽ പല രീതിയിൽ അദ്ദേഹം കൊണ്ടാടപ്പെടാം. പക്ഷെ അപ്പോഴും കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ബി.ജെ.പി. ആഹ്വാനം ചെയ്യുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ ഉള്ള ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ, അത് പിഷാരടിയിൽ കണ്ടില്ല നമ്മൾ. ഇപ്പോൾ സിനിമാക്കാരെ സംബന്ധിച്ച് സിനിമാക്കാർ വളരെ സേഫായിട്ടാണ് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുക. അത് എത്ര വലിയ മെഗാസ്റ്റാർ ആണെങ്കിലും സൂപ്പർ സ്റ്റാർ ആണെങ്കിലും വളരെ സേഫായിട്ടാണ് കളിക്കുക. കോൺഗ്രസ് മുക്ത ഭാരത് ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് അറിയപ്പെട്ടാൽ കേന്ദ്ര ഏജൻസികളാൽ വേട്ടയാടപ്പെടുമെന്ന് ഉറപ്പുള്ളൊരു സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയില്ലാത്ത പൃഥ്വിരാജും ദുൽഖർ സൽമാനും അനുഭവിച്ച് നമ്മൾ കണ്ടാണല്ലോ. പിഷാരടി എന്ന ഒരു വ്യക്തി ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് ഉറക്കെ പറഞ്ഞെങ്കിൽ അതൊരു രാഷ്ട്രീയ ബോധ്യം തന്നെയാണ്. ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിലും വന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കോൺഗ്രസ്. അപ്പോൾ രാഷ്ട്രീയം തിരിച്ചറിയാത്ത ആളല്ല രമേഷ് പിഷാരടി, പക്ഷെ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് പറ്റിയ ആളാണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ പറ്റിയ ആളാണെന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ എനിക്കുള്ളൂ. വ്യക്തിപരമായി അദ്ദേഹം രാഷ്ട്രീയ ബോധ്യമില്ലാത്ത ആളോ അദ്ദേഹം രാഷ്ട്രീയം പറയാത്ത ആളോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. അദ്ദേഹം കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ, അദ്ദേഹം കാര്യങ്ങളെ ഗ്രഹിക്കുന്ന രീതിയിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയം അറിയാൻ പാടില്ലാത്ത വെറും കോമാളിയാണെന്ന് വിളിക്കുന്നത് ശരിയല്ല എന്നാണ് അഭിപ്രായം. പക്ഷേ തോമസ് ഐസക് അവിടെ ഉന്നയിക്കുന്ന ആക്ഷേപം ആ ആരോപണം എന്താണ്? അതായത് തമാശ പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ കോമാളി വിളി കടന്നുപോയെങ്കിൽ പോലും അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ് തമാശ പറയുന്ന ഒരാളെ വളരെ ഗൗരവമുള്ള പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കേണ്ട പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ആ വിമർശനം വാലിഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വിമർശനം തന്നെയാണ്. അവിടെ LDF ചെയ്യുന്നതാണ് ഈ NMR റസാഖ് എന്ന് പറയുന്ന അദ്ദേഹം. ഞാൻ പാലക്കാട് ജോലി ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ടു നേരിട്ട്. അപ്പോൾ ഈ പറയുന്ന മനുഷ്യൻ ഇന്നയാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ ഞാൻ വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായിട്ടും വളരെ അടുത്ത സൗഹൃദമുള്ള ആളാണ്. ഒരുപക്ഷെ ഷാഫി പറമ്പിലുമായിട്ട് പോലും അടുത്ത സൗഹൃദമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്താണ് അതിൻ്റെ റീസൺ? LDF ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ റീസണേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ സ്പ്ലിറ്റ് ചെയ്താൽ ആർക്കാണ് ഗുണമാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.